മങ്കാട്ടുകടവ് പെരുകാവിൽ കരമനയാറിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. ആശുപത്രി മാലിന്യങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൊണ്ടിടുന്നതാണ് കരമനയാറ്റിലേക്ക് വീഴുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും പരിശോധന തുടങ്ങി. മങ്കാട്ടുകടവിന് സമീപം പെരുകാവിലാണ് കരമനയാറ്റിനോട് ചേർന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പരാതി വരുന്നത്. ഇവിടെ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമെന്നാണ് പറയുന്നത്. അതിനോട് ചേർന്നാണ് ഇവിടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ, കെട്ടിടം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുണ്ട്, ആശുപത്രി മാലിന്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ ഒരു പറമ്പിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഇത് ഇടുന്നതിലല്ല പ്രശ്നം. അതിനോട് ചേർന്ന് മീറ്ററുകൾക്കപ്പുറത്ത് കരമനയാറാണ്. കരമനയാറിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി ഇറങ്ങുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. കഴിഞ്ഞ കുറേ നാൾ ഈ സ്ഥലം നികത്തിയിട്ടിരിക്കുക. ഇതൊരു പ്രദേശം, ആറിനോട് ചേർന്ന പ്രദേശം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിയിലും ഏറെയും മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ ആറ്റിലേക്ക് കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന ജലമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ മലിന വസ്തുക്കൾ ഇതിൽ നൂർന്നിറങ്ങുന്ന ജലമൊക്കെ ഈ കരമന ആറ്റിലേക്ക് പോകുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. പ്രദേശവാസികൾക്ക് ഇതിൽ എതിർപ്പുണ്ട്. ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്ഥലം വാങ്ങി എന്നാണ് ഇവർ പറയുന്നത്. എന്താണ്, ആരുടെ പേരുള്ള സ്ഥലമാണ് ഇത്? ഷാജി എന്ന് പറഞ്ഞ തിരുമലയുള്ള ഒരാളുടെ സ്ഥലമാണ്. അവർ വിലയ്ക്ക് വാങ്ങിയതാണ്. വാങ്ങി ചുള്ള കുഴിയായിരുന്നു. അത് മണ്ണിട്ട് നിമത്തി, വേസ്റ്റും മണ്ണും കൂടെ ഇട്ട് നിമത്തി ആറ്റിന്റെ കരയാണ് ഇപ്പോൾ നിമത്തി വരുന്നത്. ഇതിൽ വില്ലേജ് ഓഫീസർക്കും സെക്രട്ടറിക്കും എല്ലാം ഇതിൽ കൈയുണ്ട്. അവർക്കെല്ലാം കരമനയാറ്റിന്റെ സൈഡ് പിറമ്പോക്കാണ്. ഈ പിറമ്പോക്കിനെയാണ് ഇവർ നിമത്തിയെടുത്തിട്ട് കരഭൂമിയാക്കുന്നത്. ഇതിനകത്ത് വേസ്റ്റ് കൊണ്ടിട്ട് സർക്കാരിന്റെ സ്ഥലമായിരുന്നു, പുറമ്പോക്ക് ഭൂമിയായിരുന്നു. പിറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും പുറമ്പോക്കും കൂടെ ചേർന്നതാണ് കരമനയാറാണ്. ഒരു സൈഡിൽ തോടുണ്ട്. ആ തോടിന്റെ സൈഡും ഇവർ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എത്ര നാളായിട്ട് ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട്? ഒരു വർഷം കൊണ്ട് വേസ്റ്റ് ഇതിന്റെ അകത്ത് വേസ്റ്റ് ഇട്ടുകൊണ്ടുണ്ട്. ഇപ്പോഴാണ് കരമനയാറ്റിന്റെ സൈഡിൽ എത്തിയത്. ഇതിന്റെ തൊട്ട് താഴെ പമ്പോസാണ്. കരമനയാറ്റിലെ ഇത്രയും വിളവൂർക്കൽ പഞ്ചായത്തിലുള്ള വെള്ളം എടുക്കുന്നതെല്ലാം ഈ കരമനയാറ്റിൽ കുടിവെള്ളം പോകുന്നത് ഇത് വിളവൂർക്കൽ പഞ്ചായത്തിന്റെ പമ്പോസാണ്. ഇത് പ്രാരത്താണ് ഈ പമ്പോസ് വർക്ക് ചെയ്യുന്നത്. ചൂഴാറ്റുകോട്ടയാണ് പമ്പിങ് നടക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു 500 മീറ്റർ മാറിയ പമ്പോസാണ്. ഈ വെള്ളമാണ്, ഈ കലങ്ങി കിടക്കുന്ന, ഈ കറുത്ത് കിടക്കുന്ന വെള്ളമാണ് ഈ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്നത്. ഇത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ മാലിന്യങ്ങൾ ഇവിടെ ഇടുന്നത് നിങ്ങൾ ഈ ഉടമസ്ഥനോട് പറഞ്ഞില്ല? സ്ഥല ഉടമയോട് പറഞ്ഞിട്ടില്ല? സ്ഥല ഉടമയോട് പറഞ്ഞാലും രാത്രി 2 മണിക്ക് മാലിന്യം കൊണ്ടിടും, പിന്നീട് അതിന്റെ പുറത്ത് മണ്ണ് കൊണ്ടിടും. അങ്ങനെയാണ് ഈ നിമത്തി വരുന്നത്. ഒരു വർഷമായിട്ട് ഇവിടെ ഈ നികത്തിയിട്ടേക്കുന്ന ഭൂമിയൊക്കെ മാലിന്യമാണ്. 3 ഏക്കർ വസ്തുവുണ്ട്. ചതുപ്പായിരുന്നു. ഇഷ്ടിയേക്ക് മണ്ണെടുത്ത കുഴിയാണ്. ഈ കുഴിക്കകത്താണ് ഈ സംഭവം ഇടുന്നത്. ഇതിനിട്ടിട്ട് മണ്ണിട്ട് നിമത്തുന്നത്. ഈ വേസ്റ്റ് ഇതിലേക്ക് സ്വാഭാവിക ഒഴുകി ഇറങ്ങുമായിരിക്കും. അങ്ങനെ മൊത്തം ഇതിന്റെ വേസ്റ്റ് അഴുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമാണ്. ഈ വെള്ളം തന്നെ പരിശോധിക്കണം. ഈ അല്ലാതെ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വിഷയമാണിത്. വിളവൂർക്കൽ പഞ്ചായത്ത്. എത്ര സെന്റ് സ്ഥലമുണ്ട് ഇയാളുടെ? 3 ഏക്കർ. 3 ഏക്കർ ഇദ്ദേഹത്തിന്റെയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ്. തിരുമലയുള്ള ഷാജി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ഈ സ്ഥലം. ഇതാണ് ഈ പ്രദേശം. സ്വാഭാവികമായി ഇത് നല്ല ഒരു കുറച്ച് ദൃഢതയുള്ള ഒരു ഭൂമിയാണ് നമുക്ക് തോന്നുന്നു. പക്ഷേ ഇതിനടിയിലെല്ലാം മാലിന്യമാണ്. മാലിന്യമിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് നിറയ്ക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഏതായാലും ഒരു കാര്യം ശരിയാണ്, വസ്തുതയാണ്. അതായത് ഇവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടാൽ ഇതിപ്പോൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് സ്വാഭാവികമായും ഈ മഴ പെയ്തു തുടങ്ങിയാൽ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് അത് ഒഴുകിയിറങ്ങുന്നത് ചാക്ക് കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് സ്വാഭാവികമായും ശക്തമായ മഴ വന്നാൽ തീർച്ചയായും ഒഴുകിയിറങ്ങുക ഈ ആറ്റിലേക്കാണ്. കരമനയാറ് കുടിവെള്ളത്തിന് കൂടി ആളുകൾ ഉപയോഗിക്കുന്ന, വിളവൂർക്കൽ പഞ്ചായത്തിലുമൊക്കെ കുടിവെള്ളത്തിന് കൂടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സാണ്. അവിടേക്കാണ് ഇത്തരത്തിലായി ഇവിടെ നമുക്ക് കാണാനാകും മാലിന്യങ്ങൾ. പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ ഉണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ. മരുന്നുകളുടെയൊക്കെ കവർ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്, സ്ട്രിപ്പുകളുണ്ട്. ഈ ആശുപത്രികളിൽ നിന്ന് മാത്രമുള്ള മാലിന്യമാണോ എന്ന കാര്യം വ്യക്തതയില്ല. ഉപയോഗിച്ച ഡയപ്പറുകളും മറ്റും ഇതിലുണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാം. ഇത്തരം മാലിന്യങ്ങളാണ് അവർ താഴേക്ക് ഇപ്പോൾ തന്നെ കുറേ ഭാഗം ഈ മാലിന്യത്തിന്റെ ചില ഭാഗങ്ങൾ താഴേക്ക് ആറ്റിന്റെ കരയിലേക്ക് കരിമ്പും കുട്ടകൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ കുറെ മാലിന്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കിടക്കുന്നുമുണ്ട്. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമെന്ന് പറയുമ്പോൾ സ്വാഭാവികം അവർക്ക് വേണമെങ്കിൽ മണ്ണിട്ട് നികത്താം, വേസ്റ്റ് നിറച്ചും നികത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ
ആറ് കൂടി മലിനമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനാണ് നാട്ടുകാർക്ക് ആശങ്കയുള്ളത്. കെട്ടിടത്തിന്റെ ബാക്കിയും കെട്ടിട നിർമ്മാണത്തിന്റെ ബാക്കിയും അത് പൊളിച്ചു മാറ്റിയ ആ വേസ്റ്റും ഒക്കെ ഇവിടെ ഉണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ ഈ ആശുപത്രി മാലിന്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഉപയോഗിച്ച ഡയപ്പർ അടക്കമുള്ള വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കൾ കൂടി ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ ഈ ആറ്റിന്റെ കരയിൽ കൊണ്ടിട്ടിരിക്കുക. അതാണ് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. നേരത്തെ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ഇവിടെ ഒന്ന് പരിശോധന നടത്തി പോയിരുന്നു. എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.